അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തതും സംസാരിച്ചതുമായിട്ടുള്ളൊരു വിഷയം സരയുവിൻ്റെ കുറിപ്പാണ്. ഇപ്പോൾ സരയു പിന്തുണച്ചുകൊണ്ട് സുഹൃത്ത് പങ്കുവച്ച ഒരു പോസ്റ്റും സരയുവിനെക്കുറിച്ച് പറയുകയും കണ്ണു നിറഞ്ഞു നിൽക്കുന്ന സരയുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്യുകയാണ്. അനവസരത്തിൽ ആണെന്ന് തിരിച്ചറിയാൻ തന്നെ എഴുതാം എന്ന് പറയാം. കാണുമ്പോഴെല്ലാം തന്നെ ചിരിയും ബഹളവുമൊക്കെയായി പോകാറുള്ളപ്പോഴും കൊണ്ട് പെട്ടെന്നൊരു ദിവസം ആ മുഖം ഇങ്ങനെ വിഷമിച്ച് വാടിയിരിക്കുന്നത് കണ്ടു എന്നാണ് സരയുവിനെക്കുറിച്ച് ഒരു സുഹൃത്ത് എഴുതിയിരിക്കുന്നത്. തൻ്റെ വിശ്വാസങ്ങൾക്കും അനുഭവങ്ങൾക്കും വിപരീതമായ അവസ്ഥകൾ മുന്നിൽ നിസ്സഹായമായി നിൽക്കേണ്ടി വന്നതിനുള്ള അമർഷവും ദേഷ്യവുമൊക്കെയാണ് ഞാൻ ആ കണ്ണുകളിലൂടെ കാണുന്നതെന്ന് സരയുവിൻ്റെ ആ നിശബ്ദ നിറഞ്ഞ നിൽപ്പിലൂടെ തന്നെ ഇതൊക്കെയാണ് മനസ്സിലാക്കി തരുന്നതെന്നും വളരെയധികം നിരാശയും വിഷമവുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നതെന്നും പ്രേക്ഷകരുടെ അടുത്ത് ആ കുറിപ്പിലൂടെ എല്ലാവരും പറയുകയാണ്. ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും സംഭവിച്ചാലും നമുക്കുണ്ടാകുന്നൊരു വേദന ഇത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഒരാളിൽ അത് കുറച്ചധികം പ്രത്യക്ഷമായി കാണിക്കുന്നു. അത് സത്യമായ ഒന്ന് തന്നെയാണ്. ഈ ഭൂമി തന്നെ പിളർന്ന് നിങ്ങൾക്കെതിരെ നിന്നാലും ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകളിലൊന്ന് എൻ്റേതായിരിക്കും. അതിലെൻ്റെ സ്വാർത്ഥതകളുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ പോലും, എവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ആരൊക്കെ ഒഴിവാക്കിയാലും മാറ്റി നിർത്തിയാലും തനിക്കിരിക്കാൻ എത്രമേൽ പ്രിയപ്പെട്ടൊരിടം ഞങ്ങളിലെന്നും ഒരുപോലെ ഉണ്ടാകും. ചുറ്റുമുള്ളതൊക്കെ എത്ര കുത്തി നോവിച്ചാലും അതിനൊക്കെ മറുമരുന്നുണ്ടെന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. ആശംസയ്ക്ക് പകരം ആശ്വാസം എഴുതാനാണ് ഇപ്പോൾ മനസ്സ് പറയുന്നതിനാലും 2 ദിവസം മുൻകൂറായി തന്നു വിടുക ഞങ്ങളുടെ ഉയിരായവൾക്കുള്ള ജന്മദിനാശംസകൾ. ഇന്നായിരുന്നു ശരിക്കും പറഞ്ഞ സരയുവിൻ്റെ ജന്മദിനം. അതുകൊണ്ട് തന്നെ 2 ദിവസം മുൻപേ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അമ്മയിലെ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് അവരിലെ പല താരങ്ങളും. അതിൽ സരയുവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സരയുവിനെക്കുറിച്ച് ഇപ്പോൾ ഒരു സുഹൃത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സരയുവിനെക്കുറിച്ച് പറയാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ സരയുവിൻ്റെ വാക്കുകൾ പലപ്പോഴായി തന്നെ എഴുതി ചേർക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. എല്ലാവരും ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നു. സരയുവിൻ്റെ ആ നിൽപ്പിനെക്കുറിച്ചും കണ്ണു നിറഞ്ഞുള്ള കാഴ്ചകളെക്കുറിച്ചുമൊക്കെ എല്ലാവരും സംസാരിച്ചിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രതികരിക്കാനും സംസാരിക്കാനുമുണ്ട്, എന്നാൽ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് കടന്നു പോകുന്ന അവസ്ഥയുടെ പ്രധാന വഴിത്തിരിവ്. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ തൻ്റെ മുന്നിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയാണ് നടി അവിടെ നിൽക്കുന്നത്. അത് വളരെയധികം വിഷമമുണ്ടാക്കുന്നു. അത് എല്ലാവരെയും വേദനിപ്പിക്കുന്നു. സരയുവിൻ്റെ വേണ്ടപ്പെട്ടവരെ വേദനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും അത് പ്രേക്ഷകർ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. ആരാധകർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രേക്ഷകർ ഒരുപാട് വളരെയധികം ആഗ്രഹിക്കുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും സരയുവിനോടൊപ്പം പിന്തുണയാണ് അറിയിക്കുന്നത്. അമ്മയിൽ തന്നെ 2 തരം ആൾക്കാരാണ് ഉള്ളത്. അവർ ചിലരൊക്കെ തന്നെയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഇതിൽ പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാളാണ് സരയു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.